بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على أشرف المرسلين محمد وعلى آله وصحابته ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, ഇൻസൈറ്റ് പ്രദർശനത്തിന്റെ സംഘാടകരെ, നേരമേറെ വൈകിയിട്ടും ഈ സമ്മേളന നഗരിയിൽ ക്ഷമയോടെയും താൽപര്യത്തോടെയും പ്രതിഫലേച്ഛയോടും തമ്പടിച്ചിട്ടുള്ള സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങൾ, സർവശക്തനായ റബ്ബിന്റെ അത്യപാരമായ അനുഗ്രഹം കൊണ്ട് മാത്രം, അവന്റെ അളവറ്റ സഹായ വർഷം കൊണ്ട് മാത്രം, പടച്ച തമ്പുരാന്റെ അനവരതമായ അനുഗ്രഹം കൊണ്ട് മാത്രം അത്യന്തം വിജയകരമായി തീർന്ന ഒരു വലിയ ആദർശ പ്രബോധന സംരംഭത്തിന്റെ സമാപന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മളുടെ സംഘബലമോ സാമ്പത്തിക ശേഷിയോ ബുദ്ധിപരമായ നമ്മുടെ സിദ്ധികളോ നമുക്കുള്ള സ്വാധീനമോ കഴിവുകളോ അതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഇതിന്റെ വിജയത്തിന്റെ നെറുകയിൽ എത്തിയിട്ടുള്ളത് എന്ന് ഈ സദസ്സിലുള്ള ഒരാൾ പോലും വിചാരിക്കരുത്, വിചാരിക്കുന്നില്ല. ഒരിക്കലുമല്ല സഹോദരങ്ങളെ. നമ്മളുടെ അധ്വാനം കൊണ്ടല്ല, നമ്മളുടെ കഷ്ടപ്പാടുകൾ കൊണ്ടല്ല, നമ്മുടെ ശാരീരികമായ നമ്മുടെ ത്യാഗങ്ങൾ കൊണ്ടല്ല, നമ്മൾ നൽകിയ ചെറുതും വലുതുമായ സംഭാവനകൾ കൊണ്ടല്ല ഈ സംരംഭം വിജയിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ അണമുറിയാത്ത പ്രവാഹമായി ഈ സമ്മേളനത്തിലേക്ക്, ഈ പ്രദർശനത്തിലേക്ക് കുടുംബസമേതം കൂട്ടുകാരോടൊപ്പം ഒഴുകിയെത്തിയത് നമ്മളുടെ സ്ക്വാഡ് വർക്കുകൾ കൊണ്ടോ പ്രചാരണ പരിപാടികൾ കൊണ്ടോ അല്ല. അള്ളാഹുവിന്റെ ദീന് ഈ ലോകാവസാനം വരെ സത്യസന്ധമായി നിലനിൽക്കണമെന്നും ആദർശത്തിന്റെ ശബ്ദം ലോകത്ത് മുഴുവനും പ്രചരിക്കണമെന്നുമുള്ള പടച്ചതമ്പുരാന്റെ തീരുമാനം അത് സത്യസന്ധമായി യാഥാർത്ഥ്യമായി പുലരുന്നത് കണ്ണുനിറയെ നോക്കി നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച സാക്ഷികൾ മാത്രമാണ്, ദൃക്സാക്ഷികൾ മാത്രമാണ് നമ്മളെന്ന് വിനയത്തോടെ തിരിച്ചറിയാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ലോകത്ത് മുഴുവനും എന്തെല്ലാം ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഇസങ്ങളും കടന്നു വന്നാലും, ആ ഇസങ്ങളുടെ പേരിൽ കണ്ണീരൊടുക്കി ന്യൂനപക്ഷ പ്രേമത്തിന്റെ സംസാരങ്ങൾ നടത്തുന്ന വാചാലമായ സംസാരങ്ങൾ നടന്നാലും, ലോകത്തെവിടെ എന്തെല്ലാം മനോഹരമായ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയാലും, ലോകത്തുള്ള മുഴുവൻ ദർശനങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും മതതത്വങ്ങളെയും അതിനെയെല്ലാം അതിജയിച്ചുകൊണ്ട് ലോകശ്രദ്ധാവിന്റെ മാർഗദർശനമായ ഇസ്ലാം അത് ലോകത്ത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനം സത്യമായി പുലരുന്നതിന് സാക്ഷികളായവരാണ് ഭാഗ്യവാന്മാരായ നമ്മൾ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. മഹാനായ പ്രവാചക പുങ്കവൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാകുന്നതിന്റെ ലക്ഷ്യം പറഞ്ഞെടുത്ത് പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആനാകുന്ന മഹാത്ഭുത ഗ്രന്ഥവുമായി, സത്യദീനിന്റെ സന്മാർഗവുമായി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ലോകത്തുള്ള മുഴുവൻ മതങ്ങളെയും ദർശനങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ഇസങ്ങളെയും ആശയപരമായി തകർത്തു തരിപ്പണമാക്കി അവരുടെ എല്ലാം മനസ്സുകളിലേക്ക് പ്രവേശിച്ച് അവർക്ക് ജീവിതത്തിന്റെ മാർഗം തെളിയിക്കുന്ന ഇസ്ലാമിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ, ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ, സംഘടനാപരമായ മത്സരമില്ലാതെ, ആരോടെങ്കിലും വാശി തീർക്കണമെന്നുള്ള അശേഷം ആഗ്രഹമില്ലാതെ പടച്ചതമ്പുരാനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിസ്സാരന്മാരായ സാധുക്കളായ എല്ലാ നിലക്കും ശേഷി കുറഞ്ഞ നമ്മൾ അവന്റെ മാർഗത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ വാരിപ്പൊതിഞ്ഞതാണ് കണ്ടത്. നമ്മൾ ക്ഷണിച്ചവർ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ വിളിച്ചവർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ക്ഷണിക്കാതെ വന്നവരാണ് നമ്മൾ ക്ഷണിച്ചു വന്നവരെക്കാൾ കൂടുതൽ. നമ്മൾ വിളിക്കാതെ വന്നവരാണ് നമ്മൾ വിളിച്ചും അറിഞ്ഞും വന്നവരെക്കാൾ കൂടുതൽ. നമുക്ക് പരിചയമില്ലാത്തവർ,
നമ്മൾ ജീവിതത്തിൽ ആദ്യമായി കാണുന്നവർ, ചിലപ്പോൾ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്തവർ, അവർ വ്യത്യസ്ത നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട്, അവർ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്, തിരക്ക് പിടിച്ച ജോലിയിൽ നിന്ന് കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തി വന്നവരുണ്ട്, വിദൂര ദുഃഖുകളിൽ നിന്ന് കാതങ്ങൾ താണ്ടി കടന്നു വന്നവരുണ്ട്. മതത്തിന്റെയോ ജാതിയുടെയോ സംഘടനയുടെയോ ഗ്രൂപ്പിസത്തിന്റെയോ മതിൽക്കെട്ടുകൾ പരിഗണിക്കാതെ സത്യം മനസ്സിലാക്കണമെന്ന ദാഹാർത്ഥമായ മനസ്സുകളുമായി കടന്നു വന്ന് എന്തെല്ലാം തിരക്കുകൾ ഉണ്ടായിട്ടും എന്തെല്ലാം ജീവിതത്തിന്റെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം തൽക്കാലം മാറ്റിവെച്ച് സമാധാനഭരിതമായ മനസ്സുമായി മണിക്കൂറുകളോളം ഇൻസൈറ്റ് എക്സിബിഷനിൽ ചെലവഴിച്ച ആളുകളുണ്ട്. ഒരു ദിവസം മുഴുവനും ചെലവഴിച്ചിട്ട് വായിച്ച് കൊതി തീരാഞ്ഞിട്ട് തന്റെ ജീവിതത്തിൽ ഇത്രകാലയുമായി ഞാൻ അന്വേഷിക്കുന്ന സമാധാനത്തിന്റെ തുരുത്തിൽ ഞാനിതാ എത്തിപ്പെട്ടിരിക്കുന്നു, എന്റെ ജീവിതത്തിന്റെ വിജയമിതാ ഇതിന്റെ സംഘാടകർ എനിക്ക് തന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും കടന്നു വന്നപ്പോൾ കൂട്ടുകാരെയും കുടുംബാംഗങ്ങളെയും കൂട്ടിക്കടന്നു വന്നവരുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ കടന്നു വന്ന പ്രവർത്തകരിൽ, ഇവിടെ കടന്നു വന്ന സന്ദർശകരിൽ അവരെഴുതി വെച്ച അനുഭവക്കുറിപ്പുകളിലൂടെ ഒന്ന് പരിശോധിക്കുവാൻ സാധിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഉടഞ്ഞു നിൽക്കുന്ന ഒരു വാചകം സഹോദരങ്ങളെ ഇവിടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമുസ്ലിമായ ഒരു സഹോദരൻ, അദ്ദേഹം ഇവിടെ കടന്നു വന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ എഴുതി വെച്ച ഒരു വാചകം എന്ന് പറയുന്നത്, മണിക്കൂറുകളോളം ഇൻസൈറ്റ് പവലിയനിൽ ചെലവഴിച്ചതിന്റെ നഷ്ടബോധം എനിക്ക് ഒരിക്കലും അനുഭവപ്പെടുന്നില്ല. വേദഗ്രന്ഥമായ മനുഷ്യ ജീവിതത്തിന്റെ മോചനത്തിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അത് പൂർണ്ണമായി വായിച്ച് അതിന്റെ അവസാനത്തെ സൂക്തം വരെ വായിച്ച ഒരു അനുഭൂതിയാണ് ഇപ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്നത് എന്നാണ് ആ സഹോദരൻ ഇവിടെ എഴുതി വെച്ചത്. മറ്റൊരു സുഹൃത്ത്, മുസ്ലിമായ ഒരു സഹോദരൻ എക്സിബിഷൻ പവലിയനിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ച ഒരു വാചകം, ഇത്രകാലം എന്റെ ജീവിതം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ഞാൻ വ്യസനിക്കുന്നു, നിരാശയുണ്ട്. ഇനി ജീവിതം ഇസ്ലാമിന് വേണ്ടി, ഇനി ജീവിതം ഇസ്ലാമിന് വേണ്ടി. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ക്ഷണിച്ചിട്ടില്ല, ഏതെങ്കിലും നേതാക്കളെ ചൂണ്ടിക്കൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. മനുഷ്യ ജീവിതത്തിന്റെ മാർഗദർശനമായ ഇസ്ലാമിലേക്ക് സധൈര്യം കടന്നു വരാൻ, സ്നേഹത്തോടെ കടന്നു വരാൻ നമ്മുടെ നാട്ടിലുള്ള നമ്മളുടെ സഹോദരങ്ങളായ മുഴുവൻ മനുഷ്യരെയും മതത്തിന്റെ, ജാതിയുടെ, സംഘടനയുടെ, പാർട്ടിയുടെ മറ്റു നിലക്കുള്ള മതിൽക്കെട്ടുകളൊന്നുമില്ലാതെ നമ്മൾ സ്നേഹത്തോടെ ക്ഷണിച്ചപ്പോ അവർ കടന്നു വരികയും ഇസ്ലാം എന്ന് പറയുന്ന വിശാലമായ മതത്തെപ്പറ്റി, പരിശുദ്ധ ഖുർആനിന്റെ മഹാത്ഭുതം നിറഞ്ഞ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞ ഒരു സന്തോഷമാണ്. ഈ സമ്മേളനം കഴിഞ്ഞ് ഈ എക്സിബിഷനിന്റെ ഫ്ലക്സുകൾ മടക്കി വെച്ച് അടുത്ത എക്സിബിഷൻ പ്രദർശന നഗരിയിലേക്ക് അത് കയറ്റി അയക്കുന്നതോടുകൂടി നമ്മുടെ ബാധ്യതകൾ അവസാനിക്കുന്നില്ല എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. സീലോ, ലെറ്റർ പേഡോ, ഔദ്യോഗികമായ പരിവേഷങ്ങളോ, കോടിക്കണക്കിന് രൂപയുടെ ആസ്ഥാന മന്ദിരങ്ങളോ, വിലപിടിപ്പുള്ള വാഹനങ്ങളോ അല്ല ദീനീ പ്രബോധനത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പെടാനും ത്യാഗം സഹിക്കാനും സ്വർഗം ആഗ്രഹിക്കാനും നരകത്തെ ഭയപ്പെടാനും ആര് തയ്യാറുണ്ടോ അവർ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, നിഷ്കളങ്കതയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇഖ്ലാസോട് കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മറ്റെന്തെല്ലാം ബുദ്ധിമുട്ടുകളും ദൗർബല്യങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഉപരോധങ്ങളും പരാതികളും പല നിലക്കുള്ള മറ്റു മുടക്കൻ ശ്രമങ്ങളും നടന്നാലും ആ ശ്രമങ്ങളൊന്നും വിജയിക്കില്ല. അള്ളാഹുവിന്റെ ദീന് അത് വിജയിക്കും. പടച്ച തമ്പുരാന്റെ കലിമത്ത് അത് ഉയർന്നു നിൽക്കുമെന്നുള്ളതിന്റെ ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് ഈ കഴിഞ്ഞ 8 ദിവസങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ മുജാഹിദ്, ആരാണോ ജിഹാദ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്, ആരാണോ കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറുള്ളത്, സ്വന്തം ജീവിതത്തിന്റെ ക്ലേശങ്ങളും ജീവിതത്തിന്റെ തിരക്കുകളും കുടുംബത്തിന്റെ പ്രശ്നങ്ങളും അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണെങ്കിൽ, തന്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് സമ്പത്താണെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് ത്യാഗബുദ്ധിയോടെ പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധമാണെങ്കിൽ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, നമ്മൾ അതിന് തയ്യാറായാൽ മാത്രം മതി. ലനഹ്ദിയന്നഹും സുബുലനാ, അവർക്കുള്ള വഴി നാം കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വാഗ്ദാനമാണെങ്കിൽ ആ വാഗ്ദാനമാണ് പുലർന്നത്. കൈകൊട്ടി ചിരിച്ചവരില്ലേ, സന്തോഷം അടക്കാനാവാതെ ഉറക്കം കിട്ടാത്തവരില്ലേ, ഇനി ഞങ്ങളുടെ എല്ലാ നിലക്കുമുള്ള ഇസ്ലാമിക വിരുദ്ധമായ ആദർശങ്ങൾ കേരളത്തിൽ സധൈര്യം പ്രഖ്യാപിക്കാമെന്ന് കരുതി സന്തോഷിച്ച് പിരിഞ്ഞവരില്ലേ, മുജാഹിദ് പ്രസ്ഥാനം തകർന്നിരിക്കുന്നു, പ്രസ്ഥാനം പിളർന്നിരിക്കുന്നു, ഈ ഒരു പിളർപ്പ്
ഉറപ്പോടുകൂടി ഈ പ്രസ്ഥാനത്തിന്റെ മയ്യത്തുകെട്ടിലെടുക്കാനായിരിക്കുന്നു, അതിന്റെ മൂക്കിൽ പഞ്ഞിവച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി സധൈര്യമായി നാട്ടിൽ പൗരോഹിത്യം പ്രചരിപ്പിക്കാം. ഇനി പാവപ്പെട്ട സമുദായത്തെ ശിർക്കിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ എത്തുള്ള മുസ്ലിം സഹോദരങ്ങളെ അവരുടെ ബുദ്ധിമുട്ടുകളും ജീവിത പ്രശ്നങ്ങളും മനസമാധാനമില്ലാത്ത അവസ്ഥയും ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് പണം പിടുങ്ങാം എന്ന് വിചാരിച്ചവരുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിസന്ധിയിൽ വളരെ വലിയ മനപ്പായസമുണ്ട് ആളുകളുണ്ട്. ഈ രാജ്യത്തിന്റെ ഇസ്ലാമിന്റെ തന്നെ ശത്രുക്കളായ മതരാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന ആളുകൾ, അവർക്ക് ഇനിമേൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശല്യമുണ്ടാകില്ല. അവരുടെ അപകടകരമായ വാദങ്ങൾ പിച്ചു ചീന്താൻ ഇനി മുജാഹിദ് പ്രവർത്തകരോ പണ്ഡിതരോ ഉണ്ടാകില്ല എന്ന് ചിന്തിച്ചവരില്ലേ? ഞങ്ങൾ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു പോകുമെന്ന് ആഗ്രഹിച്ചവരില്ലേ? ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഔദ്യോഗിക മേൽവിലാസങ്ങളല്ല, സംഘടനയുടെ 3 അക്ഷരങ്ങളല്ല, ഏതെങ്കിലും നിലക്കുള്ള മറ്റു സംവിധാനങ്ങളല്ല. അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അർഹത എന്ന് പറയുന്നത് 4 ആള് കൂടി തീരുമാനിച്ച് പുറത്തിറക്കുന്ന വെള്ളക്കടലാസിലെ അക്ഷരങ്ങളല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലനിൽക്കാനുള്ള അർഹത എന്ന് പറയുന്നത് ഇഖ്ലാസോടുകൂടി ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് തൗഹീദ് പ്രചരിപ്പിക്കാൻ, മറ്റാരോടുമുള്ള വിദ്വേഷമില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും കുരുഷ്ടില്ലാതെ, ആരോടും മറ്റു നിലക്കുമുള്ള ദുഷ്ചിന്തകളില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം മറന്ന് അവന്റെ പ്രതിഫലം ആഗ്രഹിച്ച് പരലോകം പ്രതീക്ഷിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ റബ്ബ് സഹായിക്കും, റബ്ബ് വഴി കാണിക്കും എന്നുള്ളതിന്റെ ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് സഹോദരങ്ങളെ നമ്മുടെ മുന്നിലുള്ളത്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്, പടച്ച തമ്പുരാന്റെ നിർബന്ധ ബാധ്യതയാണ്. ആ ബാധ്യത റബ്ബ് നിർവഹിച്ചിരിക്കുന്നു. നമ്മളുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാമെന്ന് കരുതി ഈ പ്രസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ആ ശ്രമങ്ങളെല്ലാം കടപുഴകി വീണ് ആർക്കും തടുക്കാനാവാത്ത ജനപ്രവാഹം. മുതിർന്ന ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, നാനാജാതി മതസ്ഥരുണ്ട്. അവർ കഴിഞ്ഞ ദിവസങ്ങൾ പെരിന്തൽമണ്ണയിൽ എത്ര പേരാണ് പ്രദർശനം കണ്ടതെന്ന് ബഹുമാനായ ഹാരിസ് ബിൻ സലീം പറഞ്ഞില്ലേ? അതിന്റെ ഇരട്ടിക്കിരട്ടി ആളുകൾ കോട്ടക്കലിൽ നടന്ന ഈ പാവപ്പെട്ട നമ്മൾ സംഘടിപ്പിച്ച, ഈ വിനീതരായ നമ്മൾ ഒരുക്കിയ ഈ പ്രദർശനത്തിന്റെ പവലീനുകളിലേക്ക് രാവും പകലും വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ അംബാസഡർമാരായി, ഈ ആദർശത്തിന്റെ പ്രബോധകരായി ഞങ്ങളിതാ പ്രവർത്തിക്കാൻ സന്നദ്ധമാണെന്ന് നിറകണ്ണകളോടെ എഴുതി വെച്ചവർ തിരിച്ചുപോയിട്ടുണ്ടെങ്കിൽ, ആദർശത്തിനെതിരെയുള്ള ശത്രുക്കൾ ശിർക്കാരോപണം നടത്തിയാലും, ഇവർ റബ്ബിനെ കൈവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും, ഇവർ ഇനി അള്ളാഹുവിനെ വിളിക്കുന്ന നാവുകൊണ്ട് അവർ ജിന്നിനെ വിളിക്കുമെന്നും പിശാചിനെ വിളിക്കുമെന്നും ഒക്കെ പ്രചരിപ്പിച്ചാലും അത്തരം നുണപ്രചരണങ്ങൾക്കൊന്നും ആയുസ്സുണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ആര് കൈവിട്ടാലും, ആര് പിന്തിരിഞ്ഞു പോയാലും, ആര് അവഗണിച്ചാലും മുന്നോട്ട് പോകുന്ന ലോകാവസാനം വരെയുള്ള ഒരു വിഭാഗം നിലനിൽക്കുമെന്ന് റബ്ബ് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളായി അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള അർഹത നേടാൻ നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് വളരെ ഗൗരവത്തോടെ ഓർക്കാനുള്ളത്. സഹോദരങ്ങളെ, ഇത് ഈ എക്സിബിഷൻ കഴിഞ്ഞ് നാളെ പിറ്റേന്ന് നമ്മുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോ, ഇന്നലെ വരെ നമ്മുടെ കൂടെ പ്രവർത്തിച്ച പ്രവർത്തകരെ കാണുമ്പോ ഒരു വെല്ലുവിളിയുടെ ലാഞ്ചന പോലും നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകരുത്. ഒരു ചെറിയ ഭീഷണി പോലും നമ്മൾ ഉയർത്തരുത്. ഒരു ചെറിയ നിയമപ്രശ്നം പോലും നമ്മൾ ഉണ്ടാക്കരുത്. വിനീത വിധേയരായി എല്ലാം റബ്ബിലേൽപ്പിച്ചുകൊണ്ട്, അവനെ സ്തുതിച്ചുകൊണ്ട്, അവനെ ഹംദ് ചെയ്തുകൊണ്ട്, ആ പടച്ച തമ്പുരാന്റെ നാമങ്ങൾ വാഴ്ത്തിക്കൊണ്ട് നമ്മൾ ഒരു പ്രവർത്തനം കഴിഞ്ഞു, ഇനി വിശ്രമിക്കാം, ഇനി ഇടവേളയാണ്, ഇനി നമുക്ക് മറ്റു നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് തിരിയാം എന്ന് തീരുമാനിക്കാതെ ബാധ്യതകൾ ഇതാ ഇരട്ടിച്ചിരിക്കുന്നു, ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മൾ കൊളുത്തിവെച്ച ഈ ദീപശിഖ അണയാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആ ബാധ്യത നമ്മൾ ചെയ്യണം. നമ്മുടെ കൂടെ ഉണ്ടാകും വൈകുന്നേരം വരെ എന്ന് പ്രതീക്ഷിച്ചവർ നേരം വെളുത്തപ്പോഴേക്കും മറ്റു താല്പര്യങ്ങൾ കാരണം ഈ വാഹനത്തിൽ നിന്നിറങ്ങി മറ്റു വാഹനങ്ങളിൽ കയറി യാത്ര പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മുമ്പ് ചെയ്തതിനേക്കാൾ വലിയ ഭാരമാണ് നമ്മുടെയൊക്കെ ചുമലുകളിൽ ഉള്ളത് എന്ന തിരിച്ചറിവോടെ മുന്നോട്ട് പോകണം. അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടുന്ന, പടച്ച തമ്പുരാന്റെ കാവൽ നമുക്കില്ലാതെ പോകുന്ന ഒരു സന്ദർഭവും, ഒരു സംസാരവും, ഒരു സംസ്കാരവും, ഒരു പ്രവർത്തനവും, ഒരു വാചകം പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ല. അങ്ങേയറ്റം നമ്മളെ പീഡിപ്പിക്കും, വേദനിപ്പിക്കും, മാനസികമായി കഷ്ടപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതെന്ന് നമ്മൾ കരുതുന്ന, ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത മഹാപാതകമായ ശിർക്കിന്റെ പ്രചാരകരായി മാറിയിട്ടുണ്ട്. തൗഹീദിന് വേണ്ടി
പിടിക്കാൻ തീരുമാനിച്ച നമ്മളെന്നവരെ നമ്മളെപ്പറ്റി ഉളുപ്പില്ലാതെ പറഞ്ഞെന്നവരും. പക്ഷേ സഹോദരങ്ങളെ, നമുക്ക് വിഷമമുണ്ടെങ്കിലും നമുക്ക് വേദനയുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് പിടയുകയാണെങ്കിലും പുഞ്ചിരിക്കുന്ന മനസ്സോടുകൂടി തെറ്റിദ്ധരിച്ചു പോയവരാണ്, പാവങ്ങളാണ്. അവർ സത്യം മനസ്സിലാക്കുമ്പോ നമ്മളെ സ്വീകരിക്കുമെന്ന ഗുണകാംക്ഷയോട് നിൽക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെപ്പറ്റി പറയുമ്പോ, ആരെങ്കിലും മോശമായി സംസാരിക്കുമ്പോൾ, ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് പരിഹസിക്കുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഏർപ്പാട് ഈ പ്രസ്ഥാനത്തിനില്ല. മതം സുരക്ഷയാണ് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സംവിധാനങ്ങൾ മതം സുരക്ഷയാണെന്ന് നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പറ്റിയാണ്, പടച്ചതമ്പുരാന്റെ വേദഗ്രന്ഥങ്ങളെ പറ്റിയാണ്. അല്ലാഹു യദഊ ഇലാ ദാരിസ്സലാം, സുരക്ഷിത കേന്ദ്രമായ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലി യദഊകും ഇലൻ നജാത്ത് വഅൻതും തദഊനനി ഇലൻ നാർ, പ്രവാചകന്മാർ അങ്ങനെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് സുരക്ഷയിലേക്കാണ്, എന്നാൽ നിങ്ങൾ എന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുരക്ഷിതത്വത്തിന്റെ മതമായ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ നമ്മൾ പ്രമേയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോ വളരെ നിലവാരം കുറഞ്ഞ ആക്രി കച്ചവടക്കാരന്റെ പോലും നിലവാരമില്ലാത്ത പണ്ഡിതന്മാർ, മിമ്പറിൽ നിന്ന് ആളുകൾക്ക് സ്വർഗ നരകങ്ങളെ കുറ്റി പറയുന്നവർ, ഗർഭനിരോധന ഉറയുടെയോ അതുപോലെയുള്ള പൈങ്കിളി സംസാരങ്ങളുടെ പേരിൽ ഈ പ്രസ്ഥാനത്തെ ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലും അവർ പരിഹസിക്കുന്നത് ഈ പ്രസ്ഥാനത്തെയല്ല, ഈ ആദർശത്തെയല്ല, ഈ പണ്ഡിതന്മാരെയല്ല, ഇതിന്റെ പാവപ്പെട്ട പ്രവർത്തകരെയല്ല. അവർ പരിഹസിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെയാണ്. അവർ പരിഹസിക്കുന്നത് പടച്ചതമ്പുരാന്റെ വേദഗ്രന്ഥത്തെയാണ്. അവർ പരിഹസിക്കുന്നത് ഈ ദീനിനു വേണ്ടി പ്രവർത്തിച്ച പ്രവാചകന്മാരെയാണ്. അങ്ങനെ പരിഹസിക്കുന്നവരുടെ അതേ നിലവാരത്തിൽ തരം താഴാൻ നമുക്ക് കഴിയില്ല. കുൽ അബില്ലാഹി വആയാതിഹി വറുസുലിഹി അൻതും തസ്തഹസിഊൻ, നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത്? ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ അവരെ പല നിലയ്ക്ക് തളർത്താൻ ശ്രമിച്ചിട്ടും തളരാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ മുന്നോട്ട് പോയപ്പോ, ആദർശപരമായി മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോ, ആയത്തുകൾ ഓതിയപ്പോ, ഹദീസുകൾ ഉദ്ധരിച്ചപ്പോ അതൊരു മറുപടി ഇല്ലാതെ വന്നപ്പോ, പൈങ്കിളി കച്ചവടക്കാരന്റെ സംസാര ശൈലിയിൽ ആരെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് ഈ പ്രസ്ഥാനത്തെയോ ഈ ദീനിനെയോ പടച്ചതമ്പുരാനെയോ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തരം താഴാൻ ആണത്തമുള്ള, അന്തസ്സുള്ള, പടച്ചവനെ പേടിയുള്ള, മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളെ കിട്ടില്ല, സലഫി പ്രവർത്തകരെ കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകണം. ഒരു സന്ദർഭം ഞാൻ അടർത്തിയെടുക്കട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജൂതന്മാർ കൊടിയ ശത്രുക്കളായി പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും ഒരുപാട് ശ്രമിച്ചവരാണ്. പ്രവാചകനെ എവിടെ കണ്ടാലും നോവിക്കുന്നവരാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയേണ്ട ആശംസാ വചനം എന്ന മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പകരമായി അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ നാശമുണ്ടാകട്ടെ, നശിച്ചു പോകട്ടെ, തുലഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന് നേരെ ശാപവർഷം ചൊരിഞ്ഞു. ഇത് കേട്ടുനിന്ന പ്രവാചകന്റെ പത്നി മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അത് സഹിച്ചില്ല. മഹാനായ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി ശപിക്കുന്നത്, അദ്ദേഹത്തെ ശകാരിക്കുന്നത് ആർക്കാണ് സഹിക്കാൻ കഴിയുക? അവരുടെ മനസ്സിൽ നിന്ന് വന്ന പ്രതികരണം വഅലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങൾക്കും നാശമുണ്ടാകട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാപം വർഷിക്കട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി തന്റെ മഹദിയായ തന്റെ ഭാര്യയെ തിരുത്തുന്നത് ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ്. മഹ്ലൻ യാ ആയിഷ, ആയിഷ, നമ്മൾ അല്പം സാവകാശം കാണിക്കണം. അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫഅജബ്തു അൻഹും, ഞാനും മറുപടി പറഞ്ഞല്ലോ. അവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ തിരിച്ചതുപോലെ പറഞ്ഞില്ലല്ലോ. വഅലൈക്കും എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചില്ലേ? ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ക ഫീ ശഅനിഹി കുല്ലിഹി, അല്ലാഹു വളരെ ലോലമായി പെരുമാറുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങളിലും ആ മൃദുലതയും ആ മാർദ്ദവവും നമ്മൾ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ, ഈ പരിശുദ്ധമായ ആദർശത്തെ, ഈ ആദർശം പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തറിയപ്പെടുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ തോട്ടിലേക്ക് വലിച്ചെറിയണമെന്നും അവരൊക്കെ മുല്ലാക്കന്മാരാണെന്നും ഒക്കെ പറഞ്ഞ് ആരെങ്കിലും പുലമ്പുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് തിരിച്ചു പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ക്ഷമിക്കാനും പടച്ചതമ്പുരാനെ ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനുമല്ലാതെ തിരിച്ചടിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഒരു വൈകാരികമായ ഒരു പ്രതികരണം കൊണ്ട്, നമ്മളുടെ ഒരു മറുപടി കൊണ്ട്
നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഒരാൾക്ക് ഈ സത്യദീനിലേക്ക് കടന്നു വരാനുള്ള വഴി അടക്കപ്പെട്ടുകൂടാ എന്ന ഗൗരവത്തോടെ നമ്മളുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടോ? ആരെന്തു പറഞ്ഞാലും, എവിടെ പ്രചരിപ്പിച്ചാലും, ആരെ തെറ്റിദ്ധരിപ്പിച്ചാലും അതിനൊന്നും ദീർഘായുസ്സുണ്ടാകില്ലെന്ന് തിരിച്ചറിയണം. ഇൻ യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തയ്യാറുണ്ടോ? പടച്ചതമ്പുരാന്റെ സഹായം നിങ്ങൾക്കുണ്ടോ? ഫലാ ഗാലിബ ലക്കും. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. സംഘടനയുടെ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട്, ഔദ്യോഗികമായ മേൽവിലാസമുള്ളതുകൊണ്ട്, സീലും ലെറ്റർ പേഡും ഉള്ളതുകൊണ്ട്, കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാം ആയി എന്ന് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. സഹോദരങ്ങളെ, ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിച്ചും കൊലപാതകം വരെ വിധേയമായുമാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം വളർത്തിയുണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് കാണുന്ന സംവിധാനങ്ങളോ, ഇന്ന് കാണുന്ന സൗകര്യങ്ങളോ, ഇന്ന് കാണുന്ന പൊതുജന അംഗീകാരമോ ഇല്ലാത്ത കാലത്ത് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ അവർ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് വക്കം മൗലവിയും KM മൗലവിയും മക്തി തങ്ങളും അതുപോലെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ, ജണ്ടത്താണിയിലെ നമ്മുടെ സെയ്ദ് മൗലവി, മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിലൂടെ സ്മൃതിപഥത്തിലൂടെ ഓടിയെത്തുന്ന മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ, അവർ ഈ ആദർശത്തിന് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അവരൊരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അവരൊരുപാട് സഹിക്കേണ്ടിയും അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആര് നിലനിന്നാലും അവർ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അവർ പ്രതിബന്ധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവർ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും എന്നത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണെങ്കിൽ അവിടെയെല്ലാം ക്ഷമ അവലംബിച്ചുകൊണ്ട് ഈ ആദർശം എന്ന് പറയുന്നത്, ഈ തൗഹീദ് എന്ന് പറയുന്നത് ഏതെങ്കിലും വിരലെണ്ണാവുന്ന ആളുകളുടെ ഏതെങ്കിലും ധിക്കാരപരമായ തീരുമാനത്തിന്റെ പേരിൽ നിരാശ ബാധിച്ചുകൊണ്ട് അവരത് അനുഭവിക്കട്ടെ, ഉൾക്കൊള്ളട്ടെ, ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു, ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, ഞാൻ എന്റെ ജോലിയിലേക്ക്, ഞാൻ എന്റെ കച്ചവടത്തിലേക്ക്, ഞാൻ എന്റെ കലാലയത്തിലേക്ക് തിരിച്ചു പോകുന്നു, അവർക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് വലിച്ച് ഒരു ദേഷ്യത്തിന്റെയോ ഒരു നിമിഷത്തെ തീരുമാനത്തിന്റെയോ പേരിൽ വലിച്ചെറിഞ്ഞു പോകാനുള്ളതല്ല ആദർശ പ്രബോധനമെന്നും തൗഹീദി പ്രവർത്തനമെന്നും തിരിച്ചറിയണം. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. പടച്ചതമ്പുരാൻ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ, സ്വർഗമുണ്ടെന്ന് അല്ലാഹു തആല നമുക്ക് സന്തോഷം നൽകിയ ആളുകൾ, അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയണം. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്. സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞാലും, സന്ദർഭങ്ങൾ എങ്ങനെ പ്രതികൂലമായി മാറിയാലും, സ്നേഹിക്കുന്നവർ പോലും ദ്രോഹിച്ചാലും, നമ്മുടെ പിന്തുണക്കുമെന്ന് വിചാരിച്ചവർ പോലും പിറകിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാലും ഇല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ആദർശത്തിൽ ആരെയും ഭയപ്പെടാതെ, ആരെയും പേടിക്കാതെ, ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങാതെ, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം ആരാണോ പ്രബോധനം നിർവഹിക്കുന്നത്, വയഖ്ശൗനഹു, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, റബ്ബല്ലാത്ത ഒരാളെയും നമുക്ക് പേടിക്കേണ്ടതില്ല, റബ്ബല്ലാത്ത ഒരാളുടെ മുന്നിലും നമ്മൾ തലകുനിക്കേണ്ടതില്ല, റബ്ബല്ലാത്തൊരു ധിക്കാര തീരുമാനത്തിനും നമ്മൾ വഴങ്ങേണ്ടതില്ല. റബ്ബിനെ ഭയപ്പെടണം, നരകത്തിനെ ഭയപ്പെടണം, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണം, അവന്റെ സ്വർഗം ആഗ്രഹിക്കണം. ആ സ്വർഗത്തിന്റെ മാർഗത്തിൽ നിർബന്ധമായി അനിവാര്യമായി ഒരു മുസ്ലിം വ്യക്തി എന്നുള്ള നിലക്കും, മുസ്ലിങ്ങൾ ഒരു സമൂഹം എന്നുള്ള നിലക്കും നിർവഹിക്കേണ്ട ഇസ്ലാമിക പ്രബോധനം എന്ന ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിന്റെ പാതയിൽ അതിശക്തമായി മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മളെ എതിർക്കുവാൻ വേണ്ടി മാത്രം നടക്കുന്നവരുണ്ട്, നമ്മുടെ പിന്നാലെ മാത്രം സൈക്കിൾ എടുത്ത് കൂടുന്നവരുണ്ട്, നമ്മളെ മാത്രം സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർ മറന്നുപോകുന്നത്, അവർ പലപ്പോഴും സംഘടനാപരമായ അന്ധത ബാധിച്ചുകൊണ്ട് മറന്നുപോകുന്നത് ഈ സത്യദീനിന്റെ സന്ദേശം എത്തിയിട്ടില്ലാത്ത കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണെന്നും ഭീകരവാദമാണെന്നും അറുപ്പിന്തിരിപ്പൽ പഴഞ്ചനാശയമാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടാതെ ഇരുട്ടിൽ കഴിയുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടതിന് പകരം തൗഹീദുള്ള ആളുകളുടെ പിന്നാലെ നടന്ന് അവരെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശിർക്കിന്റെ ആളുകളാണെന്ന് മുദ്രകുത്താൻ ശ്രമിക്കേണ്ടവർ, പരിശുദ്ധ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്നവരെ അന്ധവിശ്വാസികളും മന്ത്രവാദികളും തീവ്രവാദികളുമാണെന്ന് പ്രചരിപ്പിക്കുന്നവർ, അവർ മറന്നുപോയതുപോലെ, അവർ വിസ്മരിച്ചതുപോലെ നമ്മുടെ ബാധ്യത നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കോടിക്കണക്കിന് നാനാജാതി മതസ്ഥരിലേക്ക് പരസ്പര വൈരത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ സംഘർഷത്തിന്റെയോ
വിദ്യാഭ്യാസത്തിന്റെയോ സാമുദായിക സംഘടനകളുടെയോ ഒരു വലിയ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, ഒരുമയുടെ, രമ്യതയുടെ സന്ദേശമായ ഇസ്ലാമിലേക്ക് വരിക. റബ്ബിനെ മാത്രം ആരാധിക്കുക. വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഹിന്ദുവിന്റെ ദൈവത്തെ, മുസ്ലിമിന്റെ ദൈവത്തെ, ക്രിസ്ത്യാനിയുടെ ദൈവത്തെ എന്ന് പറഞ്ഞ് ദൈവങ്ങളെ മുഴുവനും പകുത്തുമാറ്റി ഓഹരി വെച്ച് അനുഭവിക്കാനുള്ളതല്ല. ദൈവം എന്ന് പറയുന്നത് നിന്നെയും എന്നെയും സൃഷ്ടിച്ച, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച, നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ച, നമുക്ക് ശേഷം ഈ ഭൂമിയിൽ കടന്നു വരുന്ന നമ്മുടെ പിൻഗാമികളെ സൃഷ്ടിക്കുന്ന ആ റബ്ബ്, അവനെ മാത്രം ആരാധിക്കുക. അതുമാത്രമാണ് ജീവിതത്തിന്റെ മാർഗമെന്ന് പറഞ്ഞ് നമുക്കിവിടെ ദീനിന്റെ പ്രബോധനം നിർവഹിക്കാനുണ്ട്. ഇസ്ലാമിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും, മുസ്ലിം നാമങ്ങൾ സ്വീകരിച്ചിട്ടും, മുസ്ലിം മാതാപിതാക്കളെ കിട്ടിയിട്ടും ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ശിർക്കും കുഫറും ഖുറാഫാത്തും ചെയ്ത് അന്ധവിശ്വാസികൾ അഭിരമിച്ച് നരകത്തിലേക്ക് നടക്കുന്ന നമ്മളുടെ ഉറ്റ സഹോദരങ്ങളുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്, രക്തബന്ധുക്കളുണ്ട്, പൊന്നുമ്മയുണ്ട്, സ്നേഹനിധിയായ ബാപ്പയുണ്ട്, ഭാര്യയും ഭർത്താവുമുണ്ട്. അവരിലേക്ക് നമ്മൾ നടത്തേണ്ട ദഅവത്ത് അത് മുടക്കിവെച്ച് നമ്മളിങ്ങനെ പകരത്തിനു പകരമായി ഉരുളക്കുപ്പേരിയായി ഏതെങ്കിലും ചില ആളുകൾ ഹാലിളകി പടച്ചവനെ പേടിയില്ലാതെ എന്തെങ്കിലും അസഭ്യങ്ങളോ പുലമ്പുന്നുണ്ടെങ്കിൽ അതിന് അതേ അളവിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ക്രയശേഷിയെ, ഈ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാരെ, ഈ പ്രസ്ഥാനത്തിന്റെ ഊർജത്തെ അനിസ്ലാമികമായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മനപ്പായസമാണ് കുടിക്കുന്നത്, മധുരം എത്ര വേണമെങ്കിലും നിങ്ങൾ ചേർത്തോളൂ എന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവന്റെ ദീനിന്റെ സന്ദേശമാർഗത്തിൽ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകണം. ആര് നമ്മളോട് എങ്ങനെ പ്രതികരിച്ചാലും അവർക്കതിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടായിരിക്കും, തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും, മനസ്സിൽ തഖ്വയില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ കഴിയണം. ഇങ്ങോട്ട് പറയുന്നതിന്റെ 100 വാക്ക് അങ്ങോട്ട് പറയുമ്പോഴല്ല, ഇങ്ങോട്ട് തിന്മ പ്രവർത്തിക്കുമ്പോ അങ്ങോട്ട് തിന്മ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല അത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, കേരളത്തിൽ ഒരുപാട് സംഘടനകൾ, പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ, ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് സഹോദരങ്ങൾ മരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പള്ളികൾ പൂട്ടിയിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് മഹല്ലുകളിൽ കലാപങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഇതിനേക്കാൾ അതിശക്തമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തില് വർഷങ്ങളായി മുജാഹിദ് പണ്ഡിതന്മാർ, പ്രബോധകന്മാർ ആളുകൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന തൗഹീദിന്റെ മിമ്പറുകളിൽ നിന്ന് പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും ഒരറിയിപ്പുമില്ലാതെ ഇറക്കിവിട്ടപ്പോ അവിടെ തടയാൻ നിന്നിരുന്നെങ്കിൽ, പ്രതിരോധിക്കാൻ നിന്നിരുന്നെങ്കിൽ, അവിടെ മസിൽ പവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ പറയാനുണ്ടായിരുന്നത് പൂട്ടിക്കിടക്കുന്ന 100 കണക്കിന് പള്ളികളുടെ കഥയായിരുന്നു. അവിടെ പള്ളി പൂട്ടിയാലും പ്രശ്നമില്ല, കുത്തുബ മടങ്ങിയാലും പ്രശ്നമില്ല, അവിടെ ദീനിലേക്ക് ആൾ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, മസ്ജിദിൽ നടക്കേണ്ട ജമാഅത്ത് മുടങ്ങി യാതൊരു പ്രശ്നമില്ല, പള്ളി പൂട്ടി അവിടെ പോലീസ് കയറി നിറങ്ങിയാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനമാണ്, ഞങ്ങളുടെ കൗൺസിലിന്റെ സർക്കുലറാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പള്ളി പൂട്ടാൻ ശ്രമിച്ചപ്പോഴും, തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും, കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും അവിടെയെല്ലാം ഏതു തിന്മയെയും, ഏതു നിഷേധ പ്രവർത്തനങ്ങളെയും തന്മയത്വത്തോടുകൂടി, സൗമ്യതയോടുകൂടി നന്മയുടെ പാതയിൽ ഇടപെടണമെന്നും പ്രതിരോധിക്കണമെന്നുമുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ മഹാത്ഭുതമായ പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുജാഹിദ് പ്രവർത്തകർ കഴിഞ്ഞ മാസങ്ങൾ കണ്ണുനീര് കുടിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, കഷ്ടപ്പാടുകൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ ആദർശ പ്രബോധന രംഗത്ത് നിന്ന് വിട പറയാനും സലാം പറയാനും ഒക്കെ ഒരുപാട് അവസരങ്ങളും ഉൾവിളികളും ഉണ്ടായിട്ടും അവിടെയൊന്നും പതറാതെ തളരാതെ ഒരു പാദം പോലും പിറകോട്ട് വെക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ഈ പരിശുദ്ധ ഖുർആൻ നൽകിയ ബലമാണ്. പ്രവാചകന്റെ നിർദ്ദേശത്തിന്റെ ആ ഒരു തണലിൽ നിന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇല്ല, ഒരിക്കലും പാടില്ല. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് സംസ്ഥാന തലം മുതൽ ശാഖാതലം വരെ നമ്മളിൽ ഒരു സാധുവായ ഒരു പ്രവർത്തകന്റെ പോലും ഒരു പ്രവർത്തനം കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ സത്യസന്ധമായ ആദർശ പ്രബോധനത്തിന് കളങ്കമേൽക്കുന്ന, മങ്ങലേൽക്കുന്ന ഒരു പ്രവർത്തനം പോലും ഉണ്ടാകരുത്. നമ്മൾ ഇന്റർനെറ്റിലൂടെ കയറുമ്പോ, നമുക്ക് മെസ്സേജുകൾ വരുമ്പോ, നമ്മൾ പള്ളിയിൽ ബോർഡ് കാണുമ്പോ അതിനു പകരം മറ്റൊരു ബോർഡ് വെക്കാൻ മലയാളത്തിൽ നല്ല പദങ്ങൾ ഇങ്ങനെ തിളച്ച് നുരഞ്ഞിങ്ങനെ നമ്മുടെ നാവിൽ വരുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഒരു മൗസ് ക്ലിക്കിലൂടെയോ കീബോർഡിലെ 2 നമ്മളുടെ ക്ലിക്കുകളിലൂടെയോ നമുക്ക് തിരിച്ചുരുളക്കുപ്പേരിയായി കൊടുക്കാൻ കഴിയും, അവന്റെ വായ മൂടാൻ കഴിയും, അവനെ സമൂഹത്തെ അപമാനിക്കാൻ കഴിയും
എന്നുറപ്പുണ്ടെങ്കിലും അവിടെയെല്ലാം എത്ര ദുഷിച്ചവരാണെങ്കിലും, എത്ര തിന്മയാണെങ്കിലും, എത്ര വലിയ ചെറിയ അഭിഷേകമാണെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, നന്മയോടുകൂടി നമ്മൾ അതിനെ നേരിട്ടാൽ നമ്മളോട് കൊടിയ ശത്രുതയുണ്ട്, നമ്മളോട് വലിയ നീരസമുണ്ട്, നമ്മളെ കാണുമ്പോൾ തന്നെ സലാം പറയാതെ ഓടിമറയുന്നുണ്ട്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് റബ്ബ് ഹിദായത്ത് കൊടുത്താൽ അവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളവരാണ്, ഈ ആദർശം മുറുകെ പിടിക്കാനുള്ളവരാണ്. എത്ര ശക്തിയോടുകൂടി നമ്മളെ എതിർത്തുവോ, എത്ര വെറുപ്പോടുകൂടി നമ്മളെ പരിഹസിച്ചോ, എത്ര ഊക്കിൽ നമ്മളെ അവർ തകർക്കാൻ ശ്രമിച്ചോ, അതിന്റെ ഇരട്ടി സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി നമ്മളെ വാരിപ്പുണിയുന്ന, നമ്മളെ കെട്ടിപ്പിടിക്കുന്ന, നമ്മളോട് മാപ്പ് ചോദിക്കുന്ന, തെറ്റിദ്ധരിച്ചു പോയതാണ്, സംശയിപ്പിച്ചതാണ്, മറ്റാരും മനഃപൂർവ്വം ഇഞ്ചക്ഷൻ ചെയ്തതാണ്, മക്കളെ ക്ഷമിക്കണം, രക്ഷിതാക്കളെ ക്ഷമിക്കണം, കാരണവന്മാരെ ക്ഷമിക്കണം, ഞങ്ങൾക്കും ഈ പ്രവർത്തനത്തിൽ പങ്കുചേരാൻ അവസരമുണ്ടാകണം, എന്റെ 10 രൂപ നിങ്ങളെ സ്വീകരിച്ച് ഈ എക്സിബിഷൻ നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിലേക്ക് പ്രവാചകന്മാർ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ നടന്നു കയറിയ വഴിയിലേക്ക്, മഹാന്മാരായ മുജദ്ദിദുകൾ ലോകത്തിലുള്ള സലഫി ചരിത്രത്തിൽ നടന്നു കയറിയ വഴിയിലേക്ക് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറഞ്ഞ് ആ നൂറ്റാണ്ടിന്റെ ചരിത്രത്തിന്റെ മേൽ അഭിരമിക്കുന്നവർ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും നിറഞ്ഞ ആ ചരിത്രം നിറഞ്ഞ ചരിത്രത്തിന്റെ പിൻബലമുള്ള ആ സൽപന്താവിലേക്ക് അവരും നാളെ കടന്നു വരും എന്നേ നമുക്ക് പറയാനുള്ളൂ. നമുക്കൊരാളോടും വെറുപ്പില്ല, നമുക്കൊരാളോടും വിദ്വേഷമില്ല, നമുക്ക് ശത്രുക്കളില്ല. നമ്മുടെ ശത്രു പിശാച് മാത്രമാണ്, നമ്മുടെ ശത്രു ശൈത്വാനാണ്, നമ്മുടെ ശത്രു ഇബ്ലീസാണ്. മറ്റുള്ളവരെല്ലാം നാളെന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണം, സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന നസീഹത്താണ്, എന്ന ഗുണകാംക്ഷയാണ്, എന്ന നന്മ നിറഞ്ഞ മനസ്സാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. ആ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ കഴിയണം. ആദർശ പ്രബോധന പ്രവർത്തനത്തിന്റെ പേരിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചാലും തളരാതെ പതറാതെ നമ്മൾ അതിശക്തമായി മുന്നോട്ട് പോകണം എന്ന വളരെ നല്ല ഒരു സന്ദേശമാണ്, അതിനു പറ്റുന്ന ഒരു വലിയ പാഠമാണ് ഇൻസൈറ്റ് എക്സിബിഷൻ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. എന്തെങ്കിലും നിലക്ക് ഈ സമുദായത്തിന് പോറലേൽപ്പിക്കുന്ന, ഈ സമുദായ ഗാത്രത്തിന് വിള്ളലേൽപ്പിക്കുന്ന ഒരു അനൈക്യ പ്രവർത്തനത്തിനും ഒരു ഭിന്നിപ്പിന്റെ ശ്രമങ്ങൾക്കും യഥാർത്ഥ മുജാഹിദ് പ്രവർത്തകരെ കിട്ടില്ല. ഞങ്ങൾ ഭിന്നിപ്പിന്റെ ആളുകളല്ല, ഞങ്ങൾ ചിത്രത്തിന്റെ ആളുകളല്ല, ഞങ്ങൾ ഗ്രൂപ്പിസത്തിന്റെ ആളുകളല്ല. ഞങ്ങൾ ഗ്രൂപ്പിസത്തിന്റെ ആളുകളാണെന്ന് മറ്റുള്ളവരാണ് പറഞ്ഞത്. ഞങ്ങളെവിടെയും ഐക്യം തകർത്തിട്ടില്ല, ഞങ്ങളെവിടെയും സംഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല, ഞങ്ങളെവരെയും ആദർശം കളഞ്ഞു കുളിച്ചിട്ടില്ല. ഞങ്ങളെന്നും ഈ സമുദായത്തിന്റെ ഐക്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളവരാണ്. പക്ഷേ സമുദായത്തിന്റെ ഐക്യത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ ആദർശം മൂടിവെക്കാനും പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും വചനങ്ങൾ ഉദ്ധരിക്കാൻ പാടില്ലെന്നും എത്ര വലിയവൻ പറഞ്ഞാലും അവനേക്കാൾ വലിയൻ അല്ലാഹുവാണ്, അല്ലാഹു അക്ബർ. ആ പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തനത്തിനും ഞങ്ങളെ കിട്ടില്ല. അന്ധവിശ്വാസികളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി പ്രചരിപ്പിക്കാം, മന്ത്രവാദികളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെയുള്ള അധികാരികൾ അടുത്തുപോയി ഞങ്ങളെപ്പറ്റി തെറ്റിദ്ധാരണ പരത്താം. പക്ഷേ അന്ധവിശ്വാസികളാണ് എന്ന വിളിപ്പേര് വന്നിട്ടുള്ളത് കൊണ്ട്, മന്ത്രവാദികളാണ് എന്ന് വിളിച്ച് പരിഹസിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഏതെങ്കിലും ഹദീസ് മൂടിവെക്കാനോ പൂഴ്ത്തിവെക്കാനോ ഞങ്ങൾ സന്നദ്ധമാകുമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. നിങ്ങളുടെ പിന്തുണയല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ഇഷ്ടമല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ സഹായമല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ സംഘടനയിലെ ഒരു ഇടമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് പടച്ച തമ്പുരാന്റെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് വേണ്ടത് റബ്ബിന്റെ റഹ്മത്താണ്, ഞങ്ങൾക്ക് വേണ്ടത് സൂര്യൻ തൊട്ടുമുകളിൽ കത്തിച്ചലിക്കുന്ന മഹ്ശറിൽ അർശിന്റെ തണലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാവരും ആഗ്രഹിച്ചിട്ടും പലർക്കും കിട്ടാതെ പോകുന്ന ആ പറുദീസ എന്ന സ്വർഗത്തിന്റെ പാരിതോഷികം. അവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ, അവിടെ ഒന്ന് മുട്ടുകുത്താൻ, അവിടെ വസിക്കാൻ ഒരു ഇടം കിട്ടലാണ്. സംഘടനയിലെ താൽക്കാലിക മെമ്പർഷിപ്പിനേക്കാളും ഔദ്യോഗികമായ മേൽവിലാസത്തെക്കാളും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെല്ലാം പേരുകൾ മാറി മാറി വിളിച്ചാലും, ആരുടെയൊക്കെ ആദർശങ്ങൾ കടം കൊണ്ടുകൊണ്ട് പിന്നോട്ട് വന്നാലും ഇല്ല, ഞങ്ങൾക്കത് വിഷയമല്ല. ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശത്തിനു വേണ്ടി, ഈ ദീനിന്റെ ആദർശത്തിനു വേണ്ടി ദാഹാർത്തരായി നിൽക്കുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ഇനിയും ഇൻസൈറ്റുകൾക്കായി ദാഹിക്കുന്നുണ്ട്. അവർ ഇനിയും ലൈറ്റ് എക്സിബിഷനിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവർ സാൽവേഷനുകൾ കൊതിക്കുന്നുണ്ട്. അവർ നമ്മുടെ പ്രമേയങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നമ്മുടെ പ്രഭാഷണങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളും
പ്രവർത്തനങ്ങളും ലഘുലേഖകളും ബുക്ക്ലെറ്റുകളും സിഡികളും ഡിവിഡികളും നമ്മളുടെ പുസ്തകങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് മുഴുവൻ പ്രദേശങ്ങളിലേക്കും അതിശക്തമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആർക്കും തടക്കാനാവാത്ത ഒരു വലിയ പ്രവാഹമായി ഈ പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തനങ്ങളും അതിശക്തമായി മുന്നോട്ടു പോകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം എന്നാണ് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ ബോധ്യപ്പെടുത്താനുള്ളത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, നാം ഉൾക്കൊണ്ടിട്ടുള്ള ബാധ്യതകളെക്കുറിച്ച് അതിശക്തമായി മുന്നോട്ട് വരണം. ഏതെങ്കിലും ചില ആളുകൾ വിവരമില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ പിന്നാലെ അവരുടെ അജണ്ടയിൽ വാൽ കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സംഘടന ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ നടന്നു വന്ന വഴികളെ വിസ്മരിക്കാതെ അതിശക്തമായി മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് വളരെ സംഘടിതമായി വർഷങ്ങളായി സംഘടിപ്പിച്ചതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ മാത്രം ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഒന്നുമില്ലാത്ത പ്രദേശത്ത്, ഒന്നുമില്ലാത്ത കാലത്ത് ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശവുമായി കടന്നു വന്നപ്പോ ഇവിടെയുള്ള അവിശ്വാസികളെ കാണുന്നതിനേക്കാൾ വലിയ കാഫിറുകളായി നമ്മുടെ പണ്ഡിതന്മാരെ കണ്ട കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ മതനിഷേധികളെ കാണുന്നതിനേക്കാൾ നീചമായി മുജാഹിദ് പണ്ഡിതന്മാരെ അഭിമുഖീകരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളുടെ തീക്കനലുകളിലൂടെ, ആ പ്രയാസങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നുവന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അതിസംഘടിതമായി കേരളത്തിൽ നടന്നതുകൊണ്ട് വിശ്വാസരംഗത്തുണ്ടായ മാറ്റം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ബിംബങ്ങളുടെ മുന്നിൽ, മക്ബറകളുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന, ശയന പ്രദക്ഷിണം ചെയ്യുന്ന, കാര്യസാധ്യത്തിന് വേണ്ടി അവരുടെ മുന്നിൽ കൈമടക്കി നൽകുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നും ഹിദായത്ത് കിട്ടാതെ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ തൗഹീദിന്റെ അമരമായ വെളിച്ചം ഈ കേരളക്കരയ്ക്ക് പ്രകാശം ചൊരിയാൻ പറ്റിയത് നമ്മുടെ മുൻഗാമികളുടെ പ്രവർത്തനം കൊണ്ടാണ്. അവിടെ അവസാനിച്ചില്ല. പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലേക്ക്, പ്രവാചക ചര്യയുടെ ജീവിത പ്രയോഗവൽക്കരണത്തിലേക്ക്, വിദ്യാഭ്യാസപരമായ, സാമൂഹികമായ, സാംസ്കാരികമായ, ഭൗതികമായ വലിയ നവോത്ഥാനത്തിന് നമ്മുടെ പ്രസ്ഥാനം പ്രവർത്തിച്ചതുകൊണ്ട് വലിയ മാറ്റമുണ്ടായി. ആ മാറ്റമൊന്നും കിട്ടാതെ ഇന്നും മറ്റുള്ളവന്റെ വയലുകളിലും, മറ്റുള്ളവന്റെ പാടശേഖരങ്ങളിലും, മറ്റുള്ളവന്റെ പാർട്ടി ഓഫീസുകളിലും സ്വന്തം ജീവിതവും തന്റെ ജീവിതത്തിന്റെ സമ്പാദ്യങ്ങളും കിടക്കുന്ന കൂരയുടെ പോലും കടലാസും പണയം വെച്ചുകൊണ്ട് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ കഴിയാതെ, ഇസ്ലാമിന്റെ സന്ദേശം കിട്ടാതെ അന്ധകാരത്തിൽ കഴിയുന്ന നാൽക്കാലികളെക്കാൾ പ്രയാസകരമായ ജീവിതം നയിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ബീഹാറിലും പശ്ചിമ ബംഗാളിലും ഉത്തർപ്രദേശിലും അതുപോലെയുള്ള ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലും ഉണ്ടെങ്കിൽ ആ ഒരു പുരോഗതി ഈ കേരളക്കരയിൽ ഉണ്ടാക്കി വന്ന ഈ പ്രസ്ഥാനത്തെ, ഇടക്കാലത്ത് കടന്നു വന്ന സ്ഥാപിത താല്പര്യക്കാരായ, ഈ പ്രസ്ഥാനത്തോട് താല്പര്യമില്ലാത്ത, പടച്ചതമ്പുരാനെ ഭയമില്ലാത്ത, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഏതാനും ചില ആളുകൾ താൽക്കാലിക പ്രതിഭാസം എന്നുള്ള നിലക്ക് എന്തെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനങ്ങളെ വലിയ കൽപ്പനകളായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ വിളക്ക് അണച്ചു കിടത്തുവാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ, അവസാനിപ്പിക്കുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത്. അതിശക്തമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അതിശീഘ്രം മുന്നോട്ടു പോകാൻ ഇത്തരം സംരംഭങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കണം എന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്റെ മക്കളെ നിങ്ങൾ കൊണ്ടുപോകണം MSMന്റെ പാഠശാലയിലേക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷങ്ങൾ നമ്മുടെ കൂടെ നടന്നവർ കയറിപ്പോകരുത് എന്റെ പടിപ്പുരയിലേക്ക്, നിങ്ങൾക്കിനി എന്റെ വീട്ടിൽ പ്രവേശനമില്ല, നിങ്ങൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞ് എന്റെ കുട്ടി മദ്യപിച്ചാലും, എന്റെ കുട്ടി മയക്കുമരുന്ന് സേവിച്ചാലും, എന്റെ മകൾ മറ്റൊരാളുടെ കൂടെ വിളിച്ചോടിപ്പോയാലും, ജീവിതത്തിൽ എന്ത് ദുരന്തങ്ങൾ സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നിങ്ങളുടെ പാഠശാല വേണ്ട, നിങ്ങളുടെ ഖുർആൻ ക്ലാസ് വേണ്ട, നിങ്ങളുടെ വിജ്ഞാന വേദികൾ വേണ്ട, നിങ്ങളുടെ QHLS വേണ്ട, എനിക്ക് എന്റെ സംഘടന മതി, ആ സംഘടനയുടെ കേവലമായ മേൽവിലാസം മതി എന്ന് പറഞ്ഞ് നമ്മളെ ആട്ടി ഓടിക്കുന്നവരുണ്ട്. മക്കൾ നന്നായത് കണ്ട് കണ്ണീര് തുടച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ച എത്രയോ മാതാപിതാക്കളുണ്ട്. മറ്റുള്ള കുട്ടികളൊക്കെ സമപ്രായക്കാർ പലരും വഴിതെറ്റിപ്പോയിട്ടും എന്റെ മക്കൾ വഴിതെറ്റാതെ പോയത്, എന്റെ കുട്ടികൾ രക്ഷപ്പെട്ടത് ഈ സംഘടനയുള്ളത് കൊണ്ടാണ്, MSM ഉള്ളത് കൊണ്ടാണ്, ISM ഉള്ളത് കൊണ്ടാണ്, ഇവിടെ നടക്കുന്ന അനവരതമായ അനുസ്യൂതമായ ദാവാ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് നൽകുന്ന പ്രതിഫലത്തിൽ നിന്ന് അവർക്കൊട്ടും നഷ്ടപ്പെടാതെ ഈ MSMന്റെ കുട്ടികൾക്ക് കൊടുക്കണേ, ISMന്റെ ചെറുപ്പക്കാർക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച അതേ ആളുകളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച്, നുണ പ്രചരിപ്പിച്ച് ഇവരെല്ലാം ദീനിന്റെ ശത്രുക്കളാണ്, ഇവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ്, ഇവർ റബ്ബിന്റെ പാശം വലിച്ചെറിഞ്ഞ് ജിന്നിനെയും പിശാചിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ക്ഷുദ്രജീവികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മന്ത്രവാദികളും അന്ധവിശ്വാസികളുമാണെന്ന് ആരൊക്കെ എത്ര വലിയ സ്വരത്തിൽ അലറി വിളിച്ചാൽ
കാണിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം സത്യമായി പുലരുമെന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, മറ്റു നിലക്കുള്ള പ്രതിരോധങ്ങൾ കടന്നു വരുമ്പോ അതിലൊക്കെ ക്ഷമയവലംബിച്ച് വർദ്ധിതമായ അളവിൽ പ്രതീക്ഷയോടുകൂടി റബ്ബിന്റെ പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടുകൂടി അതിശക്തമായി മുന്നോട്ടു പോകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സഹോദരങ്ങളെ നമുക്ക് സാധിക്കണമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമുക്കാരെപ്പറ്റിയും വ്യക്തിപരമായ വിദ്വേഷമില്ല, നമുക്കാരെപ്പറ്റിയും സാമ്പത്തികമായ ആരോപണങ്ങൾ ഉന്നയിക്കാനില്ല. നമ്മൾ ഒരാളുടെയും വ്യക്തി ജീവിതത്തിലേക്ക് പരിശോധനയുടെ ഭൂതക്കണ്ണാടിയുമായി കടന്നു വരുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി സാമ്പത്തികമായ ആരോപണങ്ങൾ ഉന്നയിക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളെ മറ്റുള്ളവരുടെ ഇടയിൽ മോശക്കാരായി ചിത്രീകരിക്കാം. അത് നിങ്ങൾക്ക് പറയാൻ ആദർശമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് പറയാൻ തെളിവില്ലാത്തതുകൊണ്ടാണ്, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയ ആ ഇസ്ലാമിന്റെ ദീപശകയുണ്ടല്ലോ, ഇസ്ലാമിന്റെ പ്രമാണമുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അദ്ദേഹത്തിന്റെ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, അതിനുശേഷമുള്ള സച്ചരിതരായ സലഫു സ്വാലിഹ് മനസ്സിലാക്കിയതുപോലെ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഞങ്ങൾ ആരുടെ പിന്നിലും ഞങ്ങൾ സൈക്കിൾ എടുത്ത് പരിശോധിക്കാൻ വരുന്നില്ല. ഞങ്ങൾ ആരെപ്പറ്റിയും വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ ഒരാളെ പറ്റിയും സാമ്പത്തികമായ കാര്യങ്ങളിൽ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് എന്താണോ അതുതന്നെയാണ്. ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത് വർഷങ്ങൾ ഞങ്ങൾ നടത്തിയ അതേ പ്രസംഗം തന്നെയാണ്. ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ളത് ഇത്രയും കാലം പറഞ്ഞ പ്രമേയം തന്നെയാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ, പടച്ചതമ്പുരാനോടല്ലാതെ, സർവശക്തന്റെ മുമ്പിലല്ലാതെ ആരാധനകളോ പ്രാർത്ഥനയോ നേർച്ച വഴിപാടുകളോ സഹായാഭ്യർത്ഥനയോ ബലികർമ്മമോ സത്യം ചെയ്യലോ നിർവഹിക്കില്ല. ആ റബ്ബിന്റെ മുന്നിൽ മാത്രമേ ഞങ്ങൾ സുജൂദ് ചെയ്യുകയുള്ളൂ. ഞങ്ങളെപ്പറ്റി ആരെങ്കിലും അങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, ചുണ്ടിപ്പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോ അവരോട് വാശി തീർക്കാനാണെങ്കിൽ എന്നാൽ ഞങ്ങൾ അങ്ങ് ചെയ്തു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നോ നാളെയോ മറ്റന്നാളോ മാസങ്ങൾ കഴിഞ്ഞോ റബ്ബിനെ കൈവിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാനോ സഹായം അഭ്യർത്ഥിക്കാനോ ഞങ്ങൾ നടക്കില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസ് അല്ലാതെ ദഈഫായതോ വ്യാജ നിർമ്മിതമായതോ ആയ ഏതെങ്കിലും ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനും പ്രസംഗിച്ചിട്ടില്ല, ഒരു വാദപ്രതിവാദത്തിനും പോയിട്ടില്ല, ഒരു വരി പോലും എഴുതിയിട്ടില്ല. ആരെങ്കിലും കട്ടുമുറിച്ച് പറയുന്ന ക്ലിപ്പുകൾ കേട്ട് ആരെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഏതാനും വരികൾ മാത്രം അടർത്തിയെടുത്ത് അത് പറയുന്നത് സത്യമാണെന്ന് കരുതി അന്ധമായി അണ്ണാക്ക് തൊടാതെ വിശ്വസിച്ച് ഞങ്ങളെ ദ്രോഹിക്കുന്നവരുണ്ടല്ലോ, ഞങ്ങളെ വെറുത്തവരുണ്ടല്ലോ, ഞങ്ങളെ ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ. ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ നമ്മുടെ ശ്വാസം നിലക്കുന്നതോടുകൂടി, നമ്മുടെ ഹൃദയമിടിപ്പ് അവസാനിക്കുന്നതോടുകൂടി, നമ്മളുടെ ബന്ധുക്കളുടെ കണ്ണീരോടുകൂടി ഒലിച്ചു തീരേണ്ട ഒന്നല്ല. ജീവിതം എന്ന് പറയുന്നത് അനന്തമായ അറ്റമില്ലാതെ നാളെ പരലോകത്ത് നിലനിൽക്കേണ്ടതാണെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മുടെ ഓരോ പ്രവർത്തനവും, നമ്മുടെ ഓരോ സംസാരവും, നമ്മുടെ ഓരോ കണ്ണിറുക്കിക്കൊണ്ടുള്ള പരിഹാസവും നാളെ പരലോകത്ത് നമുക്കെതിരെ സാക്ഷി പറഞ്ഞ് നമ്മുടെ നരകത്തിനത് കാരണമായി മാറിയാൽ, നമ്മുടെ സ്വർഗം അത് മുടക്കിയാൽ അവിടെ നമുക്ക് വിലപിക്കാൻ കഴിയില്ല, തിരിച്ചു വരാൻ അവസരമില്ല. ദീനിന്റെ പേരിലാണ് പറയുന്നത്, പണ്ഡിതന്മാരെ പറ്റിയാണ് പറയുന്നത്, ഖുർആനിന്റെ വിഷയത്തിലാണ് പറയുന്നത്, ആദർശം കൊണ്ടാണ് കളിക്കുന്നത്, തൗഹീദിലാണ് കയറി കളിക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, തഖ്വയുണ്ടെങ്കിൽ, പടച്ചവനെ പേടിയുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നൊന്ന് പരിശോധിച്ചിട്ട് അത് യാഥാർത്ഥ്യമാണെന്ന് അന്വേഷിച്ചിട്ട് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അംഗീകരിക്കാൻ തയ്യാറാണ്. 100 വട്ടമല്ല, 1000 തവണയല്ല, 10,000 വട്ടം തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, അത് പ്രമാണങ്ങൾ കൊണ്ടുവന്ന് സൂചിപ്പിച്ചാൽ വിനീതരായി തെറ്റു തിരുത്താനും മാപ്പ് പറയാനും ഖേദിച്ചു മടങ്ങാൻ സംബന്ധമായി ആരെങ്കിലും കെട്ടിവരിച്ച് ആരോപിക്കുന്നുണ്ടെങ്കിൽ ആ ആരോപണങ്ങളെ അതിന്റെ അളവിൽ തന്നെ കണ്ടുകൊണ്ട് ആദർശപരമായി എതിർക്കുന്നതിൽ നിന്ന് ഒരു ചാണ് പോലും, ഒരടി പോലും ഞങ്ങൾ പിറകോട്ട് പോവുകയില്ല എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. സഹോദരങ്ങളെ, തെരുവുകളിൽ കശപിശ കൂടി, കവലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം വിളിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാവിയും ഈ സമുദായത്തിന്റെ അന്തസ്സും തകർക്കുന്ന അനിഷ്ടകരമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ കിട്ടില്ല. ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ
കേവലമായ ഔദ്യോഗികതകളിൽ നിന്ന് നിങ്ങൾക്ക് തൽക്കാലം മാറ്റി നിർത്താൻ സാധിക്കുമെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ ആദർശത്തിൽ നിന്ന്, ആ തൗഹീദി പ്രബോധനത്തിൽ നിന്ന്, ഇസ്ലാം സത്യമാണ്, അതിനെപ്പറ്റി പഠിക്കണമെന്ന ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് ഞങ്ങളെ തടയാനും തടുക്കാനും പടച്ച തമ്പുരാനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്, സാക്ഷ്യപത്രമാണ്, സജീവമായ തെളിവാണ്. 8 ദിവസങ്ങളായി ഈ കോട്ടക്കൽ ദേശീയപാതയുടെ ഓരത്ത് ഞങ്ങൾ ഒരുക്കിയ ഈ വിനീതമായ സംരംഭവും അതിന് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ നൽകിയിട്ടുള്ള സഹായ വായ്പകളും സ്നേഹവും പിന്തുണയും അനുകൂലമായ മനോഭാവവും എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് പ്രയത്നിച്ച്, സ്വന്തം ജീവിതം മറന്നുകൊണ്ട് ഈ ഇൻസൈറ്റ് എക്സിബിഷൻ വിജയകരമായി തീർക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്. പലരും പ്രചരിപ്പിക്കുന്നുണ്ട്, ജൂതന്മാരുടെ പണം കിട്ടിയിട്ടല്ലേ നിങ്ങൾ നടത്തുന്നത് എന്ന്. ഞങ്ങൾ മറുപടി പറയുന്നില്ല. ഗൾഫിൽ നിന്ന് നിങ്ങൾക്ക് സലഫിസം പ്രചരിപ്പിക്കാൻ, നിങ്ങൾക്ക് ജിന്ന് പ്രചരിപ്പിക്കാൻ പണം വരുന്നില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ഈ 2 ചുണ്ടുകളുടെ ഉള്ളിൽ ഒതുങ്ങുന്ന പുഞ്ചിരി മാത്രമാണ്. വ്യക്തിപരമായ ആരോപണങ്ങൾ ഞങ്ങൾ റബ്ബിലേക്ക് വിടുന്നു, സാമ്പത്തികമായ ആരോപണങ്ങൾ ഞങ്ങൾ പരലോകത്തേക്ക് വിടുന്നു. പാവപ്പെട്ട സാധുക്കളായ, തൊഴിലാളികളായ, സാധാരണക്കാരായ ഞങ്ങളുടെ പ്രവർത്തകർ അവരുടെ ജീവിതം മുഴുവനും പകലന്തിയോളം അധ്വാനിച്ച് സ്വന്തം കുടുംബത്തിനും സ്വന്തം മക്കൾക്കും രോഗികളായ മാതാപിതാക്കൾക്കും വേണ്ടി അവർ അധ്വാനിക്കുന്ന ജീവിതായോധനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന തുകയിൽ നിന്ന് അവർ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ നോട്ടുകളാണ് 5 രൂപയും 10 രൂപയും 50 രൂപയും 100 രൂപയും 500ഉം 1000ഉം 5000ഉമാണ്. ലക്ഷക്കണക്കിന് സാമ്പത്തിക ബാധ്യതയുള്ള ഈ സംരംഭത്തിന്റെ പിന്നിലെങ്കിൽ അത് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. തൽക്കാലം ആരെങ്കിലും എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അവരുടെ സ്വഭാവവുമായി പോട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സഹോദരങ്ങളെ, ഒരു സമ്മേളനം നടത്തുന്നത് പോലെയല്ല, ഒരു പൊതുയോഗം നടത്തുന്നത് പോലെയല്ല, ഒരു ദഅവാ സ്ക്വാഡ് നടക്കുന്നത് പോലെയല്ല. ഇത് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇത് തീർന്ന് നമ്മളൊക്കെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാലും മണിക്കൂറുകളോളം അല്ല, നാളെയും മറ്റന്നാളും ഈ ഇൻസൈറ്റിന്റെ നഗരിയിൽ കുത്തിയിരുന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് മാത്രം മടങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുന്ന ഇതിന്റെ സംഘാടകരുണ്ട്, സാധുക്കളായ പ്രവർത്തകരുണ്ട്, നിസ്വാർത്ഥരായ വളണ്ടിയർമാരുണ്ട്. അവർക്ക് അധികാരക്കൊതിയാണ്, സ്ഥാനമോഹമാണ് എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സ്ഥാനം കിട്ടാനും അധികാരം കിട്ടാനും അംഗീകാരം കിട്ടാനും ഒക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടല്ലേ ആ എല്ലാവരും എതിർക്കുന്ന, കല്ലേറ് മാത്രം ലഭിക്കുന്ന, മുൾക്കിരീടം മാത്രം അണിയേണ്ട ഈ പ്രവർത്തനത്തിന് ഞങ്ങളെ പ്രവർത്തകർ സന്നദ്ധരായിട്ടുള്ളത്. ഞങ്ങൾക്ക് അധികാരമല്ല വേണ്ടത്, ഞങ്ങൾക്ക് സ്ഥാനമല്ല വേണ്ടത്, ഞങ്ങൾക്ക് പ്രശസ്തിയുമല്ല വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് മഹാന്മാരായ പ്രവാചകന്മാർ കടന്നുപോയ, മഹാന്മാരായ മുസ്ലിങ്ങൾ കടന്നുപോയ ആ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അവരനുഭവിച്ച പ്രയാസങ്ങളും അവർ സഹിച്ച ത്യാഗങ്ങളും അവർ അഭിമുഖീകരിച്ച പീഡനങ്ങളും അനുഭവിക്കാതെ സാധ്യമല്ലെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ശാരീരികമായ പ്രയാസമുള്ളവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്, വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയെത്തി നിൽക്കുന്നവരുണ്ട്, ചെറിയ പിഞ്ചുമക്കളുണ്ട്, സ്ത്രീകളുണ്ട്, കുടുംബിനികളുണ്ട്, പിഞ്ചു പൈതങ്ങളുടെ ഉമ്മമാരുണ്ട്. അവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോരുത്തരും ആത്മാർത്ഥമായി അന്തരീക്ഷത്തിലെ കൈകൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ പ്രതിഫലമായി പടച്ചതമ്പുരാന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അതിശക്തമായി പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇത്തരമൊരു സംരംഭം നടക്കുമ്പോ സഹോദരങ്ങളെ, ഈ സമ്മേളനം വിജയിച്ചു എന്നുള്ളത് കൊണ്ട്, ഈ ഇൻസൈറ്റ് എക്സിബിഷൻ കാണാൻ 10,000 വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ സുരക്ഷിതരല്ല. ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ഇരട്ടിയായി നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമായി കിട്ടണം. ഇതിനുവേണ്ടി ചെലവഴിച്ച ഓരോ നാണയത്തൊട്ടും നാളെ സ്വർഗത്തിലെ വലിയ ഖജനാവായി നമുക്ക് തിരിച്ചു കിട്ടണം. റബ്ബ് സ്വീകരിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർ ആ പ്രവർത്തനങ്ങളുടെ തുടക്കത്തിലും അതിന്റെ കൂടെയും അതിന്റെ അവസാനത്തിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന മറന്നുപോകരുത്. ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്, റബ്ബിനെ മറക്കരുത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ സ്വീകരിക്കണേ, റബ്ബേ കബൂൽ ചെയ്യണേ
ഞങ്ങൾ സാധുക്കൾ നടത്തിയ ചെറിയ ചെറിയ ശ്രമങ്ങൾ മഹാന്മാർ പ്രവാചകന്മാർ നിർവഹിച്ച വലിയ വലിയ ശ്രമങ്ങളുടെ സമാനമാക്കി നാളെ സ്വർഗത്തിൽ അതിന്റെ സ്വർഗമെന്ന പറുദീസയിൽ പടച്ച തമ്പുരാന്റെ ആ അളവറ്റ പ്രതിഫലം ആസ്വദിക്കാൻ അനുഭവിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേ എന്നാണ് വളരെ ഗൗരവത്തോടെ ഏറ്റവും ആത്മാർത്ഥമായി സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു സംരംഭം നമ്മൾ തുടങ്ങി വെക്കുന്നത് നമ്മുടെ സമുദായം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഈ നാട്ടിന് വെളിച്ചം പകർന്ന പ്രസ്ഥാനം അത് ഏതെങ്കിലും വ്യക്തികളുടെ ഹിഡൻ അജണ്ടകളുടെ താല്പര്യഫലമായി തകർന്നു പോയാൽ ഈ നാട്ടിൽ ഇസ്ലാം തകർന്നു പോകും, ഈ നാട്ടിൽ തൗഹീദ് അസ്തമിച്ചു പോകും എന്ന് പ്രതീക്ഷിച്ച് വേദനിക്കുന്ന ബേജാറായി നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോൾ പ്രതീക്ഷയിലാണ്, അവർ സന്തോഷത്തിലാണ്. ഈ ഇസ്ലാമിന്റെ സന്ദേശം ലോകാവസാനം വരെ നിർവഹിക്കാൻ തൗഹീദിന്റെ പാതയിൽ വെള്ളം ചേർക്കാതെ വളച്ചൊടിക്കാതെ ഉഗ്രശിരസോടെ നിൽക്കൊള്ളാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികളുണ്ട്, സലഫി പ്രവർത്തകരുണ്ട്, വൃദ്ധന്മാരായ കാരണവന്മാരുണ്ട്, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവർ ഇസ്ലാമിന്റെ ദീപശിഖ ലോകാവസാനം വരെ അണയാതെ കാത്തു സൂക്ഷിക്കും. അവർ മരിക്കുന്നത് വരെ തൗഹീദിന് വേണ്ടി പോരാടും. അവർ ശിർക്കിനെതിരെയുള്ള സന്ധിയില്ലാ സമരത്തിൽ നിന്ന് ഒരു ചാണുപോലും പിറകോട്ട് പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളും അഭ്യുദയകാംക്ഷികളും ആയിട്ടുള്ള ഈ സമുദായത്തിന്റെ മുഴുവൻ ആളുകൾക്കും പ്രതീക്ഷിക്കാം, നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് സമാധാനത്തോടെ കടന്നുപോകാം. ഇതാ ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഭൗതികമായ സംവിധാനങ്ങളോ സാമ്പത്തികമായ സ്രോതസ്സുകളോ വലിയ വലിയ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ, പടച്ച തമ്പുരാന്റെ കാരുണ്യമുണ്ടെങ്കിൽ, അവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതൊരു തുടക്കമാണ്, ഇതൊരു സമാരംഭമാണ്. അതിശക്തമായ ദഅവാ പ്രവർത്തനങ്ങളുടെ കുതിച്ചുചാട്ടത്തിന് ഇതാ കേരളക്കര സാക്ഷിയാകാൻ പോകുന്നു. ആരോടും വിദ്വേഷത്തിന്റെ പേരിലല്ല, അംഗബലം പറയാൻ വേണ്ടിയല്ല, ശതമാന കണക്ക് ബോധിപ്പിക്കാനല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിൽ പോയി കാവൽ കിടക്കാനല്ല, മറിച്ച് നാളെ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സമ്പാദിക്കാൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ ശ്രമിക്കും, ഞങ്ങൾ അധ്വാനിക്കും. റബ്ബേ നീ സ്വീകരിക്കണമേ എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ദിവസങ്ങളായി ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള, ഇവിടെ തമ്പടിച്ചിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഓരോരുത്തരും അള്ളാഹു നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്ന് ഈ സന്ദേശം കേട്ടുപോയ, കണ്ടുപോയ, അറിഞ്ഞുപോയ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. നമ്മുടെ ഈ സമ്മേളന നഗരിയിലോ പ്രദർശന സ്ഥാളിലോ വരാൻ കഴിയാതെ ഇതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഓരോ നിമിഷങ്ങളും ഫോണിലൂടെ നേരിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധരായ ശയ്യാവലംബികളായ ധാരാളം പ്രസ്ഥാന പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചൊരു പ്രസ്ഥാനമാണ്, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ത്യാഗപൂർണമായ വഴിയറിയാത്ത, അതിന്റെ ഭൂതകലം അറിയാത്ത ചില ആളുകൾ നേതാക്കന്മാരായി കടന്നു വന്നപ്പോ അവർ ചവിട്ടിമതിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നല്ല മുഖം കണ്ട് വേദനിക്കുന്ന പാവപ്പെട്ട ഒരുപാട് കാരണവന്മാർ, വൃദ്ധരായ രോഗികൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ പിന്തുണക്കാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും രോഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നാട്ടിലെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് മണലാരണ്യത്തിൽ അങ്ങ് ഗൾഫിൽ ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മുടെ നാട്ടിൽ ദീനീ പ്രവർത്തനം അവസാനിപ്പിക്കില്ല, അവസാനിപ്പിക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല, ശത്രുക്കളെല്ലാം ദുർബലരായി പോകുന്നു എന്ന് കണ്ടുകൊണ്ട് റബ്ബിനെ ശുക്ർ ചെയ്യുന്ന ബൈലക്സ് മെസഞ്ചറിലൂടെയും അല്ലാതെയും ഒക്കെ ഈ സമ്മേളനത്തിന്റെ മുഴുവൻ ദിവസങ്ങളും നിമിഷങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പിന്തുണക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവിതത്തിലുള്ള മറ്റുള്ള പ്രതിസന്ധികൾ എല്ലാം റബ്ബ് നീക്കി കൊടുക്കുമാറാകട്ടെ. ഈ സമ്മേളനത്തിന് വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, പിന്തുണച്ചവർ, ഇതിനുവേണ്ടി അധ്വാനിച്ചവർ എല്ലാവരിൽ നിന്നും റബ്ബ് സ്വീകരിക്കുകയും ധാരാളമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറുമാകട്ടെ. സ്വർഗത്തിന് വേണ്ടി ആളുകളെ ക്ഷണിച്ച് സ്വർഗത്തിന്റെ വഴിയിലേക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് അവസാനം മറ്റുള്ളവരെല്ലാം സ്വർഗത്തിലേക്ക് പോയി അതിനു മുന്നിൽ നടന്ന ആളുകൾ നരകത്തിലേക്ക് പോകുന്ന അതിദയനീയമായ ദുരന്തം, അത്തരമൊരു ദുരവസ്ഥ സംഘാടകരായ, പ്രവർത്തകരായ, പണ്ഡിതന്മാരായ, പ്രബോധകന്മാരായ നമുക്കൊരിക്കലും സംഭവിക്കരുത് സഹോദരങ്ങളെ. ഇൻസൈറ്റ് എക്സിബിഷനിലൂടെ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാവണം, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടാവണം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മളുടെ ജോലിയിൽ ഉണ്ടാവണം, നമ്മുടെ പൊതു സമ്പർക്കങ്ങളിലും സഹവാസങ്ങളിലും ഉണ്ടാകണം. അങ്ങനെ തെറ്റുകൾ തിരുത്തി വിനീത മനസ്കരായി റബ്ബിന്റെ മാർഗത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകുന്ന പടച്ച തമ്പുരാന്റെ വിനീത വിധേയരായ അടിയാറുകളിൽ, ദാസ
ദാസന്മാരിൽ അർഹമുറഹിമീനായ റബ്ബ് നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി ശാരീരികമായ ക്ലേശം അനുഭവിച്ചവർക്ക്, സാമ്പത്തികമായ സഹായിച്ചവർക്ക് അള്ളാഹു ധാരാളമായി പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സത്യദീനിന്റെ സന്ദേശം ഉൾക്കൊണ്ട ആളുകൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അതിന്റെ എല്ലാം ഓഹരി മുടങ്ങിപ്പോകാതെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആരും കൂട്ടുകിടക്കാത്ത, ആരും ശുപാർശയ്ക്ക് വരാത്ത, ആരും ഞങ്ങളെ സഹായിക്കാനില്ലാത്ത മഹ്ശറിന്റെ സദസ്സിൽ ഞങ്ങളെല്ലാം ഇത്തരം സൽക്കർമ്മങ്ങൾ കൊണ്ട്, പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് റബ്ബേ അതിന്റെ പ്രതിഫലം കൊണ്ട്, അതിന് നീ നൽകുന്ന മഹത്തായ ഔദാര്യം കൊണ്ട് ഞങ്ങളെല്ലാം തുണച്ച് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ സത്യദീനിന്റെ സന്ദേശം സ്വീകരിക്കാൻ വെമ്പൽ കൊണ്ട് ഈ ഇൻസൈറ്റ് നഗരിയിൽ നിന്ന് കടന്നുപോയ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ച നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് സ്വർഗത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കണമേ തമ്പുരാനെ. തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റു നിലക്കുള്ള നുണപ്രചരണങ്ങൾ അകപ്പെട്ടുകൊണ്ടോ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു നിൽക്കുന്നവരും, ഞങ്ങളെ വെറുക്കുന്നവരും, ഞങ്ങളെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നവരുമായ ആളുകളുണ്ട്. റബ്ബേ, സത്യം സത്യമായി നീ അവർക്ക് കാണിച്ചു കൊടുക്കണമേ. ഈ സത്യസന്ദേശത്തിന്റെ മാർഗത്തിൽ, തൗഹീദിന്റെ മാർഗത്തിൽ, ഈ പ്രസ്ഥാനത്തിന്റെ അജയ്യമായ ആദർശത്തെ മുറുകെ പിടിച്ച് ഒത്തൊരുമയോടുകൂടി, മാനസിക ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحابته أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد, ബഹുമാനിയായ വേദിയിലും സദസ്സിലുമുള്ളവർ